ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വോയിസ് ഓവർ ഞാനും കിനാനും കൂടാണ്. കിനാനുവിൻ്റെ കാക്കി കൂക്ക് എവിടെയൊക്കെ കേൾക്കാം, സാരമില്ല. അപ്പോൾ കിനാനു രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ. ഇന്ന് സൺഡേ ആയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാനാണ് പ്ലാൻ. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ വാലുള്ള കൊച്ചിൻ്റെ കളിപ്പാട്ടം. അത് മതി. കിണ്ണാനു പക്രന്റെ മോള് കിണ്ണാനു മാളുവും പക്രവും എന്നെ കണ്ട പേടിച്ചും. അങ്ങനെ ഞങ്ങള് ഷോപ്പിങ്ങിന് വന്നേക്കുക, ഞാനും മാളും കിനാനും. നമ്മളൊരു ഉടുപ്പെടുക്കാൻ വന്നത് കിനാനുവിനാണോ? എനിക്ക് കിനാനുവിനല്ല, മാളുവിനാണ്. അവള് വേണമെങ്കിൽ തിരിഞ്ഞു പോയി. കൊച്ചു പുറലോകം കാണും. ഇഷ്ടമായോ? നിനക്കിഷ്ടമായി, എനിക്കിഷ്ടമായി. കൊച്ചിൻ്റെ അമ്മ ഉടുപ്പ് തപ്പാൻ പോയേക്കാം. ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുക. അത് നമ്മളെ കൊണ്ടുപോകാണ്ട് പോയല്ലേ. എവിടെ പോയി? ഉടുപ്പെടുക്കാൻ പോയി. ചില ആൾക്കാർക്ക് ഫാസ്ടാഗ് വെച്ചാണ് റിപ്പോർട്ട് ചെയ്ത പൈസ പോകുന്നതാണ് അപരാധം ചെയ്തത്. ഭയങ്കര വിഷയമുള്ള സാധനമാണ് ആൾക്കാർ ചെയ്തത്. എന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ എടുത്തിട്ട് തോന്നി ഈ സാമാനം ആരും ഇല്ല. ഡ്രൈവർ ഇറങ്ങിപ്പോയത് ഫാസ്ടാഗ് ഒരു കയ്യിൽ വെച്ചിട്ട് ടോൾ എത്തിപ്പെടുത്ത് കേട്ടിച്ച് ആൾക്കാരത് ആലോചിച്ച് നോക്കി. വണ്ടിയിലൊട്ടിച്ച് വണ്ടിയിട്ട് ചിന്തി കണക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അല്ലേ സാധനേ. ആൾക്കാര് എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരക്കില്ലാണ്ട് ബ്ലോക്ക് ഇല്ലാണ്ട് വന്ന ആൾക്കാർക്ക് മര്യാദയ്ക്ക് പോകാം. നമ്മളെ പോലുള്ളൊരു വേഗം പോകാൻ വേണ്ടിയാണ് ഈ സാധനം ഒട്ടിച്ചേക്കണേ. എന്നിട്ട് ഈ ഇല്ലാത്ത നാടുകൾ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ ടോള് കടന്ന് പോണേ? അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങള് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂര് എന്റെ കയ്യില് കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഈ ക്യാമറ ഇങ്ങനെ. ഞങ്ങൾ ഇന്നത്തെ രാത്രി ചാലക്കുടിയില് വന്നു, വീട്ടിൽ കിടന്നുറങ്ങി. കാലത്തല്ല ഇപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. മാളൂരിൽ ഉടുപ്പ് വാങ്ങണം, അതിന് വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങൾ ആദ്യം ചാലക്കുടിയില് കല്യാണി കയറിയല്ലേ. കല്യാണി കയറിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടതിന് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി വില അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്നലെ ട്രിവാൻഡ്രത്തിൽ ലുലുമാളിൽ കയറിയപ്പോ അവിടുത്തെ വെസ്റ്റ് സൈഡിലൊരു ഉടുപ്പുണ്ട്. ഇന്നലെ ഞങ്ങളത് എടുക്കാണ്ട് പോകുന്നു. ഇഗ്നോർ ചെയ്തു ഇന്നലെ. അപ്പൊ ഇന്ന് ഇപ്പൊ തൃശ്ശൂര് വെസ്റ്റ് സൈഡിലേക്ക് പോയാ ഞങ്ങള്. അത് ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ പൊടി തിരിച്ചു വരണം. തിരിച്ചു വരണം. ഇത് പൂരാന്ന് പറയണത്. പൂരമായിരിക്കും പൂരമാണ്. ബ്ലോക്ക് എന്തൊക്കെ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. താങ്കൾ എന്തിനാണ് റിവേഴ്സ് നോക്കുന്നത്? കൊറേ ബൈക്ക് പോട്ടെ, മതി. ഗായ്സ്, തേഞ്ഞു. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ തൃശ്ശൂര് വന്നപ്പോ സൈഡ് അടച്ചിട്ടേക്കണ്. മാപ്പിൽ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നൊന്നും നോക്കിയില്ല, നേരെ വിട്ടടിച്ച് പോകും. ഇതിപ്പോ വന്ന പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. പോവാ. എന്റെ മോന്ത കാണിക്കാൻ എന്തിനാ? ഞാനല്ല അറിയത്, നീയാ. നിനക്ക ഉടുപ്പില്ലാത്ത എനിക്കല്ലേ. അങ്ങനെ ഇപ്പൊ നമ്മൾ എവിടെയാ പോവേ? ഹൈലൈറ്റ് അല്ല, ഹൈലൈറ്റ്. വെസ്റ്റ് സൈഡിൽ പോയി നമ്മളിപ്പോ ഇവിടെ. വെസ്റ്റ് സൈഡ് തുറക്കാത്തതിന്റെ സങ്കടത്തിൽ ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. ആദ്യമായിട്ടാണ് അവിടേക്ക് പോണത്. പിന്നെ അവിടെ കുറെ കടകളിൽ കയറി ഇറങ്ങിയിട്ടും ഒന്നും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. നമ്മുടെ മൈൻഡിലുള്ള ഒരു സാധനം കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്നൊരു ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോകും. അല്ലെങ്കിലാണോ ഡ്രസ് എടുക്കണം, പോണം, മുടി വെട്ടണം, എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് അറിയാം. സമയം എത്രയാണെന്ന് അറിയോ? 4:30.
ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം കാപ്പി, ബർഗർ, ഐസ്ക്രീം, കോക്ക്, പിന്നെ ഒരു ബോള്. ബർഗർ വാങ്ങിച്ചപ്പോ ബർഗർ കിങ്ങിന്ന് ബോള് കിട്ടി. ആ അങ്ങനെ വീണ്ടും ചാലക്കുടിയിൽ വന്ന് എന്നാ മുടി വെട്ടിയേക്കാം, കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചാലക്കുടിയിൽ വന്ന് മുടി വെട്ടാൻ കയറി. മുടി വെട്ടിക്കഴിഞ്ഞ് ബാക്കി കുറച്ച് മിനുക്ക് പണികൾ തുടങ്ങാൻ നിന്നപ്പോഴാണ് നമ്മുടെ എന്താ പറയുക പെങ്ങള് പ്രസാദിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിർത്തി വെച്ച് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ ലാസ്റ്റ് എവിടെ വന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം? നമ്മളങ്ങനെ ഇന്നത്തെ അവസ്ഥകളൊക്കെ ആശുപത്രിയിൽ വന്ന് പ്രസാദിക്കാൻ വന്നു. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അങ്ങനെ അവസാനം ആശുപത്രിയിൽ വന്ന് അവസാനിച്ചു. കാരണം പറയാൻ വന്ന് അവസാനിച്ചതിൻ്റെ കാരണം പ്രസാദിക്കാൻ വന്നത്, ഞങ്ങൾ പ്രസാദിപ്പിക്കാൻ വന്നത് ഞങ്ങളുടെ എൻ്റെ പെങ്ങള് ഇവിടെ നാത്തും ഇവിടെ പ്രസാദിക്കാൻ വന്നേക്കും. എവിടെ നിന്റെ അമ്മ? എവിടെ? ആശുപത്രിയിലോ? എന്തിനു പോയേക്കണത് ആശുപത്രിയിൽ? പ്രസവിക്കാനോ? ഇന്നലെ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അങ്ങനെ അന്ന് അവള് പ്രസാദിച്ചില്ല. പിന്നെ പിറ്റേന്നത്തെ വീണ്ടും കുറേ നേരത്തെ കാലത്തിരിപ്പിലൊടുവിൽ പെങ്ങള് രണ്ടാമത് ഒരു കുഞ്ഞു വാവയായിട്ട് പ്രസവിച്ച് തിരിച്ചു വന്നു അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അനിയത്തി വരിപ്പോ, അനിയത്തി അനിയൻ ആരാരും വരിപ്പോ.